പത്തനംതിട്ട റാന്നിയിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനം. ബ്ലേഡ് മാഫിയ, പാടം നികത്തൽ, മദ്യാസക്തി എന്നീ വിഷയങ്ങളിൽ നേതാക്കൾ അടക്കമുള്ളവർക്ക് വ്യക്തമായ ബന്ധമുള്ളതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇന്ന് റാന്നിയിൽ ആരംഭിച്ച ജില്ലാ സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ അനന്തഗോപൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് രൂക്ഷ വിമർശനമുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഒന്നിലധികം പേർക്ക് ബ്ലേഡ് മാഫിയ ബന്ധമുള്ളതായും ചിലർ നേരിട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്നതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പാടം നികത്തലുകൾക്ക് പാർട്ടി നേതാക്കൾ തന്നെ നേതൃത്വം കൊടുക്കുന്നു. ഇത് സംബന്ധിച്ച് 57 പരാതികളാണ് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചത്. ഇതിനു പുറമെ ക്വാറി, മണ്ണ് മാഫിയ ബന്ധമുള്ളവരും പാർട്ടിയിൽ കൂടി വരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി പൊതുസ്വീകാര്യനല്ലായിരുന്നു. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ പീലിപ്പോസ് തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു. ഇതിനു പുറമെ DYFI തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നതും തോൽവിയുടെ ആഘാതം കൂട്ടി. പാർട്ടി അഭിമാന പ്രശ്നമായി കൈകാര്യം ചെയ്ത ആറന്മുള വിമാനത്താവള സമരത്തിൽ CPIMന്റെ സംഘടനാ ബലം കൊണ്ട് BJPയാണ് രാഷ്ട്രീയ നേട്ടം കൊയ്തത്. പാർട്ടിയുടെ പ്രാദേശിക ഘടകം BJPയുമായി ചേർന്ന് സമരം ചെയ്യുന്നത് എതിർത്തിട്ടും ജില്ലാ ഘടകം വകവച്ചില്ല. ഇത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സമയത്ത് തിരിച്ചടിയായി. ഇതിനു പുറമെ മല്ലപ്പള്ളി, തിരുവല്ല ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് വിഭാഗീയത പുതിയ രൂപത്തിൽ ഉയരുന്നതായും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും ദേശാഭിമാനി സർക്കുലേഷൻ ജില്ലയിൽ കുറയുന്നതായും ആവശ്യമില്ലാത്തവർക്കും ദേശാഭിമാനി പത്രം അടിച്ചേൽപ്പിക്കുന്നത് കീഴ്ഘടകങ്ങളുടെ വിമർശനത്തിന് ഇടയാക്കിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവാക്കൾക്കിടയിലും പാർട്ടി നേതാക്കൾക്കിടയിലും അമിതമായ മദ്യാസക്തി വർദ്ധിക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.